വെൽക്കം ടു ദ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സെൽ ഡിവിഷനാണ്. സെൽ ഡിവിഷൻ്റെ ഇൻട്രഡക്ഷനാണ്. അതിൻ്റെ നെക്സ്റ്റ് പാർട്ടുകൾ നമ്മൾ മയോസിസും മൈറ്റോസിസും ഒക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതാണ്. സെൽ ഡിവിഷൻ എന്ന് വെച്ചാൽ എന്താണ്? സെൽ ഡിവിഷൻ ഈസ് എ പ്രോസസ് in which a parent cell divides to form two or more daughter cell. It is usually a part of the cell cycle that help to repair or replace dead or damaged cell in all living organism. സെൽ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്. അതായത് പേരൻറ്റ് സെൽ ഡിവൈഡ് ചെയ്ത് ടു ഡോട്ടർ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്ത് മാറും. ഒരു പേരൻറ്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് ടു ഡോട്ടർ സെല്ലായിട്ട് ഡിവൈഡ് ചെയ്ത് മാറും അല്ലേ? ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് മാറുന്ന പ്രോസസ്സാണ് എന്ത്? സെൽ ഡിവിഷൻ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ സ്കിന്നിലൊക്കെ സെൽസ് ഡാമേജ് ആകുകയാണെന്നുണ്ടെങ്കിൽ എന്താ സെൽ ഡിവിഷൻ ത്രൂ അത് റിപ്പയർ ചെയ്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? നേരെയാക്കാൻ പറ്റും. ഓക്കെ, അത് രണ്ട് തരം റീപ്രൊഡക്ഷൻ ഉണ്ട്. സെല്ലുകളിൽ രണ്ട് തരം റീപ്രൊഡക്ഷൻ ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ സൊമാറ്റിക് സെൽസ്, നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന സൊമാറ്റിക് സെൽ അല്ലേ? സോമ മീൻസ് ബോഡി, സൊമാറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ ബോഡി സെൽസ് ആണ് കേട്ടോ. അപ്പം ഈ പേരൻറ്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് ടു ഡോട്ടർ സെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. സെൽ ഡിവിഷൻ ടൈമിൽ എങ്ങനെയാണ്? പേരൻറ്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് ടു ഡോട്ടർ സെല്ലായിട്ട് മാറും. ഇപ്പം ഇങ്ങനെ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് മാറുന്നത് എങ്ങനെയുള്ള റീപ്രൊഡക്ഷനാണ്? അസെക്ഷൽ റീപ്രൊഡക്ഷനാണ്. ഇതിന് എന്തുവാണ്? അസെക്ഷൽ, അതായത് നമ്മുടെ ബോഡി സെൽസ് അല്ലേ, സോമാറ്റിക് സെൽസ് ഡിവൈഡ് ചെയ്ത് മാറുകയാണ്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ രണ്ട് തരം സെല്ലുകളുണ്ട്. സൊമാറ്റിക് സെൽസും ഉണ്ട്, ഗൊണാഡൽ സെൽസും ഉണ്ട്. സൊമാറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ കാണുന്ന സെല്ലുകളാണ്, അതിന് ഡിവിഷൻ സംഭവിക്കും. ഗൊണാഡൽ സെൽസ് എന്ന് പറയുമ്പോഴെന്താണ്? അത് ഏതൊക്കെയാണ് വരുന്നത്? ഗ്യാമെറ്റ്സ് ആണ് അല്ലേ? ഗ്യാമെറ്റ്സ് ഉണ്ട്. ഗൊണാഡൽ സെൽസ് എന്ന് പറയുമ്പോൾ ഗ്യാമെറ്റ്സ് ആണ്. ഗ്യാമെറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? എഗ്ഗും സ്പേമും, അതായത് ഫീമെയിൽ എഗ്ഗാണ് അല്ലേ, ഓവം, ആൻഡ് മെയിൽ എഗ്ഗ് എന്ന് പറയുന്നത് എന്താണ്? സ്പേം. ഇത് രണ്ടും കൂടി എന്ത് ചെയ്യും? ഫെർട്ടിലൈസേഷൻ നടന്ന് എന്തായിട്ട് മാറും? സൈഗോട്ടായിട്ട് മാറും അല്ലേ? എന്നിട്ട് ആ സൈഗോട്ടിൽ നിന്ന്, ആ ഒരു സെല്ലിൽ നിന്ന് പുതിയ ഒരു ഇൻഡിവിജ്വൽ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഇതെന്ന് പറഞ്ഞാൽ ഈ റീപ്രൊഡക്ഷൻ എന്താണ്? സെക്ഷൽ റീപ്രൊഡക്ഷനാണ്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു രണ്ട് തരം സെല്ലുണ്ട് ശരീരത്തിൽ. സൊമാറ്റിക് സെൽസുമുണ്ട്, ഗൊണാഡൽ സെൽസുമുണ്ട്. ഗൊണാഡൽ സെൽസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഫീമെയിൽ സെൽ എഗ് ആൻഡ് മെയിൽ സെൽ സ്പേം. ഇതെന്താണ്? ഗൊണാഡൽ സെൽസ് ആണ്. ഇപ്പോൾ ഈ ഗൊണാഡൽ സെൽസ് എന്ന് പറഞ്ഞാൽ അത് സെക്ഷൽ റീപ്രൊഡക്ഷനാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ സെൽ ഫെർട്ടിലൈസ് ചെയ്ത് എന്തായിട്ട് മാറും? സൈഗോട്ടായിട്ട് മാറും. സൈഗോട്ട് എന്തായിട്ട് മാറും? പിന്നെ ആ സൈഗോട്ട് ഒരു സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ഒരു ഇൻഡിവിജ്വലായിട്ട്, ഒരു എംബ്രിയോ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഞാൻ ആദ്യം പറഞ്ഞു എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന സൊമാറ്റിക് സെല്ലുകൾ, പേരൻറ്റ് സെൽസ് അല്ലേ, അത് ഡിവൈഡ് ചെയ്ത് സെൽ ഡിവിഷൻ നടക്കും. അതിനെന്ത് നടക്കും? സെൽ ഡിവിഷൻ നടന്ന് പുതിയ അതുപോലെ തന്നെയുള്ള ഡോട്ടർ സെല്ലായിട്ട് മാറും. അങ്ങനെയുള്ള റീപ്രൊഡക്ഷൻ എന്താണ്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ സെൽ ഡിവിഷൻ തന്നെ രണ്ട് തരത്തിലുണ്ട്. അസെക്ഷൽ റീപ്രൊഡക്ഷനും ഉണ്ട്. റീപ്രൊഡക്ഷൻ എന്നും അസെക്ഷൽ റീപ്രൊഡക്ഷനും ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷനും, ഇത് രണ്ടും തമ്മിൽ നമ്മുടെ സ്കിന്നിൽ കാണപ്പെടുന്ന സെല്ലുകൾ എന്താണ്? സൊമാറ്റിക് സെൽസ് ആണ് അല്ലേ? അപ്പോൾ അത് ഇപ്പം നമ്മുടെ സ്കിന്ന് ഗ്രോ ചെയ്യണമെങ്കിൽ അതുപോലെയുള്ള സെല്ല്, ആ സെയിം സെല്ല് തന്നെ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത്, പേരൻറ്റ് സെല്ല് ഡിവൈഡ് ചെയ്ത് രണ്ട് ഡോട്ടർ സെല്ലായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അല്ലെങ്കിൽ എന്താണ്? വ്യത്യാസപ്പെട്ടിരിക്കും. ഇപ്പോൾ എൻ്റെ സ്കിന്നിൻ്റെ കളറ് എൻ്റെ സ്കിന്നിൻ്റെ കളറ് ബ്രൗൺ ആണെന്നുണ്ടെങ്കിൽ ആ സെയിം അതുപോലെ തന്നെയുള്ള സെയിം സെല്ല് ഡിവൈഡ് ചെയ്ത് മാറിയാലേ അതിനെന്തോ കിട്ടത്തുള്ളൂ, ഒരുപോലെ തോന്നുകയുള്ളൂ. അപ്പം എന്താണ്? അങ്ങനെയുള്ള നമ്മുടെ സൊമാറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ ബോഡി സെൽസ് ഡിവൈഡ് ചെയ്ത് മാറുന്ന ഒരു പ്രോസസ്സാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ദെൻ സെൽ ഡിവിഷൻ. ഫ്യൂ സെൽസ് ഇൻ ദ ബോഡി ദാറ്റ് ഡു നോട്ട് അണ്ടർഗോ സെൽ ഡിവിഷൻ. അഥവാ നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ചില സെല്ലുകൾ ചെയ്യില്ല, സെൽ ഡിവൈഡ് ചെയ്ത് മാറിയില്ല. സച്ച് ആസ് ഗ്യാമെറ്റ്സ്. നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ഗ്യാമെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീമെയിൽ സെൽസും മെയിൽ സെൽസും.
അപ്പോൾ റെഡ് ബ്ലഡ് സെൽസ് RBC, മോസ്റ്റ് ന്യൂറോൺസ്, നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന ന്യൂറോണുകൾ, സം മസിൽ സെൽസ്, ചില മസിൽ സെൽസ്, ഹാർട്ടിൽ കാണപ്പെടുന്ന മസിൽ സെൽസ്, അതും എന്ത് ചെയ്ത് ചില മസിൽ സെൽസ് ഡിവൈഡ് ചെയ്ത് മാറുകയില്ല. അപ്പോൾ മോസ്റ്റ് സൊമാറ്റിക് സെൽസ് ഡിവൈഡ് റെഗുലർലി, നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന സൊമാറ്റിക് സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് മാറും അല്ലേ. 2 തരം സെല്ലുകളുണ്ട്, സൊമാറ്റിക് സെൽസ് ആൻഡ് ഗൊണാഡൽ സെൽ. ഗൊണാഡൽ സെൽസ് എന്ന് പറഞ്ഞാൽ ഗ്യാമെറ്റ്സ് ആണ് അല്ലേ, ഫീമെയിൽ എഗ് ആൻഡ് മെയിൽ എഗ് ആണ് ഗ്യാമെറ്റ്സ്. ഇനി സൊമാറ്റിക് സെൽ ഈസ് എ ജനറൽ ടേം ഫോർ എ ബോഡി സെൽ. മനുഷ്യ ശരീരത്തിൻ്റെ ബോഡി സെൽസിന് യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് എന്ത്, സൊമാറ്റിക് സെൽ. ആൻഡ് ഓൾ ഹ്യൂമൻ സെൽ എക്സെപ്റ്റ് ഫോർ ദ സെൽ ദാറ്റ് പ്രൊഡ്യൂസ് എഗ്സ് ആൻഡ് സ്പേം വിച്ച് ആർ റെഫേർഡ് ടു ആസ് ജേം സെൽ. ഇതാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. മെയിൽ സെല്ലും ഫീമെയിൽ സെല്ലും ഫ്യൂസ് ചെയ്ത് ഫെർട്ടിലൈസേഷൻ ചെയ്ത് സൈഗോട്ടായി മാറും. സൈഗോട്ടിൽ നിന്ന് എന്തായിട്ടൊരു എംബ്രിയോ ആയിട്ട് മാറുകയാണ് നടക്കുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ. 2 തരം റീപ്രൊഡക്ഷൻ ഉണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഇനിയും സൊമാറ്റിക് സെൽസ് കണ്ടെയ്ൻ 2 copies ഓഫ് ഈച്ച് ഓഫ് ദെയർ ക്രോമസോം, 1 copy റിസീവ്ഡ് ഫ്രം ഈച്ച് പേരൻറ്റ്. അതായത് സൊമാറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞു സെല്ല് ഡിവൈഡ് ചെയ്ത്, പേരൻറ്റ് സെൽ ഡിവൈഡ് ചെയ്ത് 2 ഡോട്ടർ സെല്ലായിട്ട് മാറും അല്ലേ. പേരൻറ്റ് സെല്ല് ഡിവൈഡ് ചെയ്യുന്നത് എന്താകും, 2 ഡോട്ടർ സെല്ലായിട്ട് മാറും. അതെന്താണ് ആ 2 ഡോട്ടർ സെല്ലെന്ന് പറയുന്നത്, ഈ പേരൻറ്റ് സെല്ലിൻ്റെ സെയിം കോപ്പിയാണ്. ഈ പേരൻറ്റ് സെല്ലിൻ്റെ സെയിം കോപ്പിയാണ്. A homologous pair of chromosomes are the 2 copies of a single chromosome found in each somatic cell. The human is a diploid organism. Human എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു ഡിപ്ലോയിഡ് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. ഹാവിങ് 23 homologous pairs of chromosomes. എന്താണ്, നമ്മൾ നേരത്തെ തന്നെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഹോമലോഗസ് എന്ന് പറയുന്നത് എന്താണ്, ക്രോമസോം എന്താണ്, 23 പെയർ ആണ് അല്ലേ. 23 പെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടൽ വരുമ്പോൾ 46 ക്രോമസോമാണ് ഒരു സെല്ലിൽ കാണപ്പെടുന്നത്. അതായത് 23 എന്ന് പറയുമ്പോൾ നമുക്ക് അച്ഛനിൽ നിന്ന് ലഭിച്ചതും അത് ബാക്കി വരുന്ന ആ ഈ സെയിം 23 എന്ന് പറയുന്ന അമ്മയിൽ നിന്ന് ലഭിച്ച ക്രോമസോമാണ് അല്ലേ. ടോട്ടൽ ഒരു സെല്ലിൽ കാണപ്പെടുന്ന എത്രയാണ്, 46 ക്രോമസോമാണ്. ഇപ്പോൾ ഈ സെല്ലിനുള്ളിൽ നമുക്ക് പേരൻറ്റ് സെല്ലാണ് ഇതല്ലേ, ഇതിനകത്ത് 46 ക്രോമസോം ഉണ്ട്. അപ്പോൾ ഈ 2 ഡോട്ടർ സെല്ല്, ഈ ഒരു പേരൻറ്റ് സെല്ലിൻ്റെ കോപ്പിയാണല്ലോ ഈ ഡോട്ടർ സെല്ലെന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 സെല്ലുകളിലും എങ്ങനെയുള്ള ക്രോമസോമാണ് കാണപ്പെടുന്നത്, 46 ക്രോമസോമാണ് കാണപ്പെടുന്നത്. Then the human is a diploid organism having 23 homologous pairs of chromosome in each of the somatic cell. ഓരോ സെല്ലുകളിലും എത്ര ക്രോമസോം കാണപ്പെടും, 46 ക്രോമസോം കാണപ്പെടും. The condition of having pair of chromosome is known as diploid. ഇതുപോലെ പെയർ ഓഫ് ക്രോമസോം കാണുന്ന ഒരു കണ്ടീഷന് പറയുന്നത് എന്താണ്, ഡിപ്ലോയിഡി എന്നാണ്. അതായത് നമ്മുടെ സൊമാറ്റിക് സെല്ലിൽ കാണപ്പെടുന്നത് എന്താണ്, അച്ഛൻ്റെയും അമ്മയുടെയും ഈച്ച് പെയർ ഓഫ് ക്രോമസോംസ് ആണ് അല്ലേ. 23 ടോട്ടൽ 46. അപ്പോൾ ആ ഒരു സൊമാറ്റിക് സെല്ല് ഡിവൈഡ് ചെയ്ത് ഡോട്ടർ സെല്ലായിട്ട് മാറുമ്പോൾ ആ 2 ഡോട്ടർ സെല്ലും ഈ ഒരു പേരൻറ്റ് സെല്ലിൻ്റെ എന്താണ്, കോപ്പിയാണ്. 2നുള്ളിലും എങ്ങനെയാണുള്ള ക്രോമസോം, ടോട്ടൽ ഈച്ച് പെയർ ഓഫ് പേരൻ്റ് അല്ലേ, 23 പെയർ ആണ്. അതായത് ടോട്ടൽ 46 ക്രോമസോംസ്. ദെൻ ഇതാണ് ക്രോമസോം. ക്രോമസോമാണ്, ഇതാണ് സ്ട്രക്ചർ ഓഫ് ക്രോമസോമാണ്. ഇതിനുള്ളിൽ എന്ത് കാണപ്പെടുന്നു, DNA കാണപ്പെടുന്നു, ജനറ്റിക് മെറ്റീരിയൽ. It consists of 3 cell division consists of 3 general phases. സെൽ ഡിവൈഡ് ചെയ്ത് മാറാൻ ഇതിന് ജനറൽ 3 phases ആണുള്ളത്. ഫസ്റ്റ് വൺ ഇൻ്റർഫേസ്, ദെൻ മൈറ്റോസിസ്, ഫോളോഡ് ബൈ മൈറ്റോസിസ് ആൻഡ് സൈറ്റോകൈനോസിസ്. 3 phases ആണോ ഇതിനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റർഫേസ്, followed by mitosis and cytokinesis. Interphases is the period of the cell cycle during which the cell is not dividing. Interphase എന്ന് പറയുമ്പോൾ ആ ഒരു പീരീഡിൽ സെല്ല് ഡിവൈഡ് ചെയ്ത് മാറുകയില്ല. സെൽ എന്ത് ചെയ്യും, പ്രിപ്പയർ ചെയ്യുകയാണ്. ഡിവൈഡ് ചെയ്ത് മാറാൻ വേണ്ടിയിട്ട് പ്രിപ്പറേഷനിലാണ്, ആ സെല്ല് റെസ്റ്റിംഗ് ടൈമിലാണ്. The majority of the cell are in interphase most of the time. അതായത് എന്താ, മജോറിറ്റി ഓഫ് ദ സെൽ ആർ ഇൻ ഇൻ്റർഫേസ്. ഏത് ഫേസിലാണ് അത് കാണപ്പെടുന്നത്, ഇൻ്റർഫേസിലാണ് മോസ്റ്റ് ഓഫ് ദ ടൈം. ഇനിയും എന്താണ്, ഇതാണ്, ഇത്രയുമാണ് G1 ഫേസസ് എന്ന് പറയുന്നത്.
ഇൻ്റർഫേസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കൊരു സെല്ല് പറഞ്ഞു മോസ്റ്റ് ഓഫ് ദ ടൈമിൽ എന്താണ് ഒരു സെല്ലെന്ന് പറയുന്നത് അത് ഇൻ്റർഫേസിലാണ് കാണപ്പെടുന്നത്. അതായത് സെല്ലിന് ഗ്രോ ചെയ്യണം അല്ലേ, അത് സെയിം കോപ്പി ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ആ പേരൻറ്റ് സെല്ലിൻ്റെ സെയിം കോപ്പി ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ അതിനുള്ള DNA എന്താകണം, ഡബിൾ ആകണം അല്ലേ, ക്രോമസോംസ് ഡബിൾ ആകണം. അപ്പോൾ അത് റെപ്ലിക്കേഷൻ നടക്കണം, അതിൻ്റെ ഉള്ളിൽ ഗ്രോത്ത് സംഭവിക്കണം അല്ലേ, അതിനുള്ളിൽ സെല്ലിനുള്ളിൽ എന്ത് നടക്കണം, മെറ്റബോളിസം നടക്കണം, പ്രോട്ടീൻ സിന്തസിസ് നടക്കണം. അപ്പോൾ ഇതിന് വേണ്ട ഈ സെല്ല് ഡിവൈഡ് ചെയ്ത് മാറാനുള്ള പ്രിപ്പറേഷനിലാണ് ആ ഒരു മോസ്റ്റ് ഓഫ് ദ ടൈമിലും. ഈ ഇൻ്റർഫേസിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, G1 ഗ്രോത്ത് ആണ് നടക്കുന്നത്. എന്ത് നടക്കും, ഇത്രയും ടൈമിൽ ഗ്രോത്ത് നടക്കും, DNA സിന്തസിസ് നടക്കും, അതായത് DNA ഡബിളായിട്ട് മാറും. എസ് എന്ന് വെച്ചാൽ സിന്തസിസ് ആണ്, DNA സിന്തസിസ് ആണ്. G2 എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ആൻഡ് പ്രിപ്പറേഷൻ ഫോർ മൈറ്റോസിസ്, അതായത് G2 ഫേസിൽ ഇതിന് ഗ്രോത്ത് സംഭവിച്ച് അതെന്തായി ഫുള്ളി റെഡി ഫോർ മൈറ്റോസിസ് അല്ലേ, സെല്ല് ഡിവൈഡ് ചെയ്ത് മാറാനായിട്ട് റെഡി ആകുകയാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ ടൈം എന്ന് പറയുന്നത് ഇൻ്റർഫേസ് ആണ്. എന്താണ്, മോസ്റ്റ് ഓഫ് ദ ടൈം സെല്ല് കാണപ്പെടുന്ന ഇൻ്റർഫേസിലാണ്. ഇപ്പം ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് മാറാൻ അതിന് 24 അവേഴ്സാണ് വേണ്ടത്. 24 മണിക്കൂറിനുള്ളിലാണ് ഒരു സെല്ല് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഈ സെല്ല് കാണപ്പെടുന്ന 23 അവേഴ്സും ഏത് ഫേസിലായിരിക്കും, ഇൻ്റർഫേസിലായിരിക്കും ഇത് കാണപ്പെടുന്നത്. ബാക്കി വരുന്ന 1 അവർ മാത്രമേ സെല്ല് ഡിവൈഡ് ചെയ്ത് മാറാനായിട്ടുള്ള ടൈം എടുക്കുന്നുള്ളൂ. സെല്ല് ഡിവൈഡ് ചെയ്ത് മാറാനുള്ള ടൈം ബാക്കി എന്താണ് ഒരു മണിക്കൂർ മാത്രമേ എടുക്കുന്നുള്ളൂ. അതായത് ഇപ്പോൾ ടോട്ടൽ 100% ആണെന്നുണ്ടെങ്കിൽ 95% അത് കാണപ്പെടുന്നത് ഇൻ്റർഫേസിലാണ്. ബാക്കി 5% മാത്രമേ സെൽ ഡിവൈഡ് ചെയ്ത് മാറാനായിട്ട് സമയം എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഇൻ്റർഫേസിൽ സെൽ എന്താണ് റെഡി ആകുകയാണ് ഫോർ മൈറ്റോസിസ് അല്ലേ, സെല്ല് ഡിവൈഡ് ചെയ്ത് മാറാനായിട്ട് റെഡി ആകുകയാണ്. അതിനുള്ളിൽ DNA റെപ്ലിക്കേറ്റ് ചെയ്യണം അല്ലേ, സിന്തസിസ് നടക്കും, ഡബിൾ ആകും. ഈ DNA ഡബിൾ ആകി മാറിയിട്ടാണ് ഇതെന്ത് ചെയ്യുന്നത്, സെല്ല് ഡിവൈഡ് ചെയ്ത് മാറുന്നത്. ദെൻ ഈ ഇൻ്റർഫേസ് കഴിഞ്ഞാൽ ദെൻ എന്താണ്, മൈറ്റോസിസ് സെൽ ഡിവിഷൻ നടക്കും. Mitosis is the cell division of genetic material during which the cell nucleus breaks down and 2 new fully functional nuclei are formed. അതായത് സെല്ലിനുള്ളിൽ തന്നെ ഈ സെല്ലിനുള്ളിലെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് എന്തായിട്ട് മാറും, 2ആയിട്ട് മാറും. സെയിം നമ്പർ ഓഫ് ക്രോമസോം ആയിരിക്കും. ഇതിനകത്തുള്ള കാണപ്പെടുന്ന DNA എന്ന് പറയുന്നത് എന്തായിരിക്കും, സെയിം ആയിരിക്കും അല്ലേ. ഈ DNA ഇൻ്റർഫേസിൽ എന്ത് നടന്നു, DNA റെപ്ലിക്കേറ്റ് ചെയ്ത് ഡബിളായിട്ട് മാറി. ഇനിയും മൈറ്റോസിസിൽ ഈ ന്യൂക്ലിയസ് എന്തായിട്ട് മാറി, 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാറി അല്ലേ. ന്യൂക്ലിയർ അവിടെ ആ ഒരു പീരീഡിൽ ഇതിൻ്റെ ന്യൂക്ലിയർ മെംബ്രെയിൻ എന്താകും, ഡിസപ്പിയർ ആകും. ഇത് 2ആയിട്ട് ഈ DNA 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറും. ഇനിയും ഇതെന്താണ്, മൈറ്റോസിസ് ഫേസിലാണ്. ഇനി സൈറ്റോകൈനോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൈറ്റോകൈനോസിസ് ഫേസിൽ ഈ ഒരു പ്ലാസം എന്ന് പറയുന്നത് ഇതിനുള്ളിൽ കാണപ്പെടുന്ന ഫ്ലൂയിഡും എന്ത് ചെയ്ത് മാറും, സെല്ല് ഡിവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇതിങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഈ 2 ഫുള്ളി ഫോംഡ് സെൽ ഡോട്ടർ സെൽ ഫോം ആവും, സെയിം കോപ്പി ഓഫ് ദെയർ പേരൻസ്. അപ്പം ഇതാണ് മൈറ്റോസിസ് എന്ന് പറയുന്ന. മൈറ്റോസിസിൽ എന്ത് സംഭവിക്കും, ഈ സെല്ലിനുള്ളിൽ എന്ത് സംഭവിക്കും, അവിടെ സെല്ലിനുള്ളിൽ ന്യൂക്ലിയസ് 2ആയിട്ട് ഡിവൈഡ് ചെയ്യും. സൈറ്റോകൈനോസിസിൽ കാണപ്പെടുന്ന ഈ ഇതിൻ്റെ സൈറ്റോപ്ലാസവും ഡിവൈഡ് ചെയ്ത് മാറി ഇത് ഫുള്ളി ഫോംഡ് 2 ഡോട്ടർ സെല്ലായിട്ട് മാറും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ മൈറ്റോസിസ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് മൈറ്റോസിസ് ഫേസസ് ഓഫ് മൈറ്റോസിസ് പഠിക്കും. സൈറ്റോകൈനോസിസ് എന്താണ്, ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ കാണുന്നതാണ്, ക്ലാസ്സിൽ നമ്മൾ കാണുന്നതാണ്. മൈറ്റോസിസും മിയോസിസും ഒക്കെ ഫോളോ അപ്പ് ആയിട്ട് എടുക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യുക, ക്ലാസ്സുകൾ മിസ് ചെയ്യാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്.